വാദം ശ്രീ രാജു പി നായർ 290-ലധികം അംഗങ്ങളുടെ പിന്തുണ ഉണ്ട്. പ്രീപോൾ അലയൻസ് ആണ് NDA 272 മതി. രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയെ അല്ലെങ്കിൽ പ്രീപോൾ അലയൻസിനെ ആണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അപ്പോൾ NDA സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. NDA അതിന്റെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച നായിഡുവും അതുപോലെ തന്നെ നിതീഷും അടക്കമുള്ള ആളുകൾ അവരുടെ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. സോ അത് കഴിഞ്ഞില്ലേ? അല്ല അഭിലാഷേ, ഒന്ന് ഇവിടെ പറഞ്ഞ പോലെ 240 സീറ്റ് കിട്ടിയ അല്ലെങ്കിൽ 293 സീറ്റ് പ്രീപോൾ അലയൻസിൽ കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി സാങ്കേതികമായി ജയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ സംശയമൊന്നുമില്ല. 240 സീറ്റ് BJPക്ക് കിട്ടി. ഏറ്റവും വലിയ പാർട്ടിയായിട്ട് BJP വന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ ഈ രാജ്യവും ലോകവും മുഴുവൻ ചർച്ച ചെയ്തത് എന്തായിരുന്നു? നരേന്ദ്രമോദിയുടെ വിജയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്തത്? മറിച്ച് നരേന്ദ്രമോദി എങ്ങനെ പരാജയപ്പെട്ടു എന്നല്ലേ? അത് നമ്പറിൻ്റെ അടിസ്ഥാനത്തില്ല. അതെന്താ പ്രശ്നം? സെറ്റ് ചെയ്ത അജണ്ട എന്തായിരുന്നു? സെറ്റ് ചെയ്ത അജണ്ട 400 സീറ്റ് വേണം. എന്തിനു വേണ്ടിയായിരുന്നു? വെറുതെ 400 സീറ്റ് കിട്ടണമെന്നല്ല പറഞ്ഞത്. എന്തിനു വേണ്ടിയായിരുന്നു? 400 സീറ്റ് കിട്ടണം. എന്തിനു വേണ്ടി? ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി 400 സീറ്റ് ലഭിക്കണം. BJPയുടെ നേതാക്കന്മാർ എന്ന് പറയുന്നു ഭരണഘടന മാറ്റി എഴുതാൻ 400 സീറ്റ് കിട്ടണം. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് 400 സീറ്റ് കിട്ടണം. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? പിക്ചർ അഭി ബാക്കി ഹേ, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ 2 പ്രാവശ്യം നടന്നത് ട്രെയിലർ ആയിരുന്നു. സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായിരുന്നു ആ സിനിമ? ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ ഇല്ലാതെ ആക്കിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റി എഴുതാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ട് കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തെന്താ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇത് നമുക്കിനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ഇല്ലേ? പ്രതിപക്ഷ പാർട്ടികളെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു, കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ ഇല്ലാതെയാക്കുന്നു, പത്രിക സമർപ്പിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ വാരണാസിയിൽ ആൾക്കാർക്ക് നാമനിർദ്ദേശക പത്രിക പോലും സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പോകുന്നു. ആ എണ്ണത്തോടു കൂടി BJP വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇല്ലാതെയാകും. ഈ രാജ്യത്തിന്റെ സ്വഭാവം മാറും. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ പല BJPയുടെ ആൾക്കാരും വിശ്വസിച്ചിരുന്നത് പോലെ ഈ രാജ്യത്തെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചതും അതുതന്നെയാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണം എന്നാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ ആ അജണ്ട ഈ രാജ്യത്ത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും നടപ്പിലാക്കിയാൽ മാത്രമേ ആ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ രാജ്യത്തെ ജീവൻ പ്രശ്നങ്ങളുടെ പേരിൽ വേണം വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജനം അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണല്ലോ 3,50,000-ഓളം വോട്ട് കുറവ് വന്നുകൊണ്ട് വാരണാസിയിൽ തന്നെ നരേന്ദ്രമോദിക്ക് കിതക്കേണ്ടി വന്നത്. സ്മൃതി ഇറാനിയെ പോലെ ഒരു നേതാവ് അവർ തന്നെ ആക്ഷേപിച്ചത് എന്ന് തന്നെയാണ്. അവർ തന്നെ ആക്ഷേപിച്ച നെഹ്റു കുടുംബത്തിന്റെ ഒരു പ്യൂണാണെന്ന് പറഞ്ഞ ആളുടെ മുമ്പിൽ 1.25 ലക്ഷത്തിന്റെ വോട്ടിന് മേലെ 1.60 അങ്ങോട്ടാണെന്ന് തോൽക്കേണ്ടി വന്നില്ലേ? അപ്പോൾ പരാജയപ്പെടുന്നത് ഇവർ സെറ്റ് ചെയ്ത അജണ്ടയായിരുന്നു. ആ അജണ്ട പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ ലോകമാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിയുടെ വിജയം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയത്. ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും നരേന്ദ്രമോദിയുടെ വിജയം ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിലെ 272 എന്നുള്ളൊരു നമ്പർ വെച്ചിട്ടാണെങ്കിൽ ആ നമ്പർ കൊണ്ടല്ല, മറിച്ച് 400 എന്നുള്ള നമ്പറുമല്ല, ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആയതുകൊണ്ട് അവിടെയാണ് പരാജയപ്പെട്ടത്. അവിടെ പരാജയപ്പെട്ട നരേന്ദ്രമോദിക്ക് ഇനി ഈ രാജ്യത്തിന് ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് ഈ 240 സീറ്റ് വെച്ച് പറയാൻ കഴിയുമോ? ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ അദ്ദേഹം ഗോപകുമാർ സാർ ഇവിടെ 2 നിയമസഭ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി എന്ന് പറഞ്ഞു. അതൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹം എന്തുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല. അത് ഒരു അജണ്ട സെറ്റ് ചെയ്തതിന്റെ ഭാഗമായിരുന്നു. അപ്പോ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം 8 മടക്കി അടുക്കളയിൽ വെച്ചതിന് ശേഷം ഇനി ഇറങ്ങി ഭരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി പോയി. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ തകർച്ചയുടെ തുടക്കമാണ്.
ഞാൻ പറയുന്നു, എഴുതി വെച്ചോ. 2 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആവുകയാണെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ശരി, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെയും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും നാശത്തിന്റെ തുടക്കം ആരംഭിച്ച തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണോ ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂടിയത്, അതേ രീതിയിൽ പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തിന് BJPയുടെ രാഷ്ട്രീയം ഉണ്ടാവില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവരെന്താ പറഞ്ഞത്? 25 നരേന്ദ്രമോദി, നിങ്ങൾക്ക് 2047 പോലും മാറ്റാൻ കഴിയില്ല, അതല്ലേ പറഞ്ഞത്? ശരി, ഓക്കെ.